നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിന്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കും. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തും. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കും. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡ് ആയി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കും. ശ്വാസം ദീർഘമായി ഉള്ളിലേക്കെടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കും. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിന്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കും. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, ഈ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യും. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ശ്രദ്ധയെക്കുറിച്ച് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. വിശ്വാസത്തിന്റെ ഏറ്റവും ഉയർന്ന തലം എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് ശ്രദ്ധയെ മനസ്സിലാക്കാം. ശ്രദ്ധ എന്നുള്ളത് നമ്മുടെ ഫൗണ്ടേഷണൽ ആയിട്ടുള്ള ആ ലെവൽ ആണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഫൗണ്ടേഷൻ ഓഫ് ബീയിങ്, എവിടെയാണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ളതാണ് ശ്രദ്ധ എന്നുള്ള വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. അവിടെ നിന്നാണ് നമ്മുടെ ചിന്തകൾ ഉദ്ഭവിക്കുന്നത്. അതൊരു വിശ്വാസമല്ല, നമ്മുടെ ഫൗണ്ടേഷനാണ്. ഫൗണ്ടേഷൻ ഓഫ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ഈ ശ്രദ്ധയാണ്. നമ്മൾ എന്തെങ്കിലും ചിന്തിക്കുമ്പോൾ ആ ചിന്തയുടെ അടിസ്ഥാനം എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. നമ്മൾ എന്തെങ്കിലും അനുഭവിക്കുമ്പോൾ അനുഭവത്തിന്റെ അടിസ്ഥാനം എന്താണ്, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതാണ് നമ്മുടെ ശ്രദ്ധ. ഒരു ഉദാഹരണം പറയാം. താമസികമായിട്ടുള്ള ശ്രദ്ധ. ഏതെങ്കിലും ഒരു വസ്തു നമുക്ക് വേണം എന്നുള്ളത് നമ്മൾ ആഗ്രഹിക്കുകയാണെങ്കിൽ അത് ആഗ്രഹമാണോ അത് ആവശ്യമാണോ എന്നുള്ളത് തിരിച്ചറിയുന്ന എങ്ങനെയാണ്? നമ്മുടെ ശ്രദ്ധ നോക്കിയാൽ മതി. അതിലാണ് എൻ്റെ എല്ലാ ശക്തിയും കിടക്കുന്നത്. അതില്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണെങ്കിൽ എൻ്റെ ഫൗണ്ടേഷൻ അതായി മാറി. ഞാൻ അതിന് എൻ്റെ ശക്തി മുഴുവൻ നൽകുന്നു. അപ്പൊ അതതിൻ്റെ ശ്രദ്ധ അതിലേക്ക് പോയി. ഇപ്പൊ ലോകത്തില് ഭൂരിഭാഗം പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന ഈ തരത്തിലുള്ള ഒരു ശ്രദ്ധ കൊണ്ടാണ് എന്നാണ് തോന്നുന്നത്. നമ്മളൊരു വിഗ്രഹത്തിന് ശ്രദ്ധ കൊടുക്കുന്നു. ആ വിഗ്രഹമാണ് നമ്മളെ പിന്നെ കൺട്രോൾ ചെയ്യുന്നത്. നമ്മൾ ഏതെങ്കിലും വിശ്വാസത്തിന്, മതവിശ്വാസമോ അല്ലെങ്കിൽ ഭാഷാ സ്നേഹമോ അതിൽ കണക്റ്റായി കഴിഞ്ഞാൽ അത് നമ്മുടെ ചിന്തകൾക്കുള്ള അടിസ്ഥാനമായിട്ട് മാറും. അതിൽ തൊട്ട് കളിച്ചാൽ നമുക്ക് വിഷമവും ദേഷ്യവും. ഒരു കണക്കിന് പറയുകയാണെങ്കിൽ നമ്മുടെ പ്രോഗ്രാം
ചാരുജി മഹാരാജ് പറയുന്നത് സോഫ്റ്റ്വെയർ പ്രോഗ്രാം എന്നാണ്. ഒരു കമ്പ്യൂട്ടറിൽ പ്രോഗ്രാംസ് ഉണ്ട്. നമ്മളൊരു പ്രോഗ്രാം ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ആ പ്രോഗ്രാമിന്റെ മുകളിലാണ് ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും. ഇപ്പൊ മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് ഉപയോഗിക്കുകയാണെങ്കിൽ അതിന്റെ മുകളിൽ നമുക്ക് വേർഡ് ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. അതിൽ പവർ പോയിന്റിന്റെ പ്രസന്റേഷനാണ് ചെയ്യാൻ പറ്റുക, ടൈപ്പ് ചെയ്യാൻ പറ്റും. അതിലുള്ള ഓരോ പ്രോഗ്രാംസിനും അതിൻ്റെതായ അടിസ്ഥാനപരമായിട്ടുള്ള സ്വഭാവമുണ്ട്. അപ്പൊ ഈ പ്രോഗ്രാമിൻ്റെ ഉള്ളിൽ വേറെ പ്രോഗ്രാംസ് കടന്നു വന്നാലും നമ്മളത് കറപ്റ്റ് പ്രോഗ്രാം എന്ന് പറയും, വൈറസ് കയറി എന്ന് പറയും. നമ്മൾ ടൈപ്പ് ചെയ്യുന്നതല്ല അവിടെ വരുന്നത്, വേറെ എന്തൊക്കെയോ വരുന്നു, പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെ അതിൽ കടന്നു വരും. അപ്പൊ വൈറസ് ഒന്നും കറപ്റ്റഡായി എന്ന് നമ്മൾ പറയുന്നു. അപ്പോൾ നമ്മുടെ ജീവിതങ്ങള് ശരിക്കുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ആ സോഫ്റ്റ്വെയറിന്റെ മുകളിലാണ് നമ്മൾ സഞ്ചരിക്കേണ്ടത്. ഇതായിരിക്കും നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള സോഫ്റ്റ്വെയർ പ്രോഗ്രാം. അതാണ് സ്നേഹം എന്ന് പറയുന്നത്. ഈശ്വരൻ എന്നുള്ള പദം ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ശരിക്കും സ്നേഹമാണോ എൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ശ്രദ്ധ? സ്നേഹത്തിൽ നിന്നാണോ ഞാൻ പ്രവർത്തിക്കുന്നത്? നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ അറിയാം. യാജ്ഞവൽക്യ മഹർഷി തന്റെ ഭാര്യയായിട്ടുള്ള മൈത്രേയോട് പറയുന്നുണ്ട്, ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുന്നത് ഭാര്യയ്ക്ക് വേണ്ടിയല്ല, ഭർത്താവിന് വേണ്ടി തന്നെയാണ്. അച്ഛൻ മകനെ സ്നേഹിക്കുന്നത് മകന് വേണ്ടിയല്ല, അച്ഛന് വേണ്ടി തന്നെയാണ്. അതുപോലെ തന്നെയാണ് എല്ലാ ഇഷ്ടങ്ങളും നമുക്ക് വേണ്ടി തന്നെയാണ്. നമ്മൾ കുടുംബം സ്നേഹിക്കുന്നത് നമുക്ക് വേണ്ടിയാണ്. കുടുംബത്തിൽ ഞാനും ചെയ്യും. നമ്മൾ രാജ്യത്തെ സ്നേഹിക്കുന്നതും നമുക്ക് വേണ്ടിയാണ്. നമ്മളൊരു സീനറി കാണാൻ പോയി എന്ന് വിചാരിക്കുക. ആ സീനറിയുടെ ഫോട്ടോ എടുക്കുന്നതിന് മുമ്പ് നമ്മൾ നമ്മുടെ സെൽഫി, നമ്മൾ നിൽക്കുന്ന ഫോട്ടോകൾ, താജ്മഹലിന്റെ മുമ്പിൽ നിൽക്കുന്ന ഞാൻ, അല്ലെങ്കിൽ ഏതെങ്കിലും മഹത് വ്യക്തിയുടെ കൂടെ നിൽക്കുന്ന ഞാൻ, വ്യക്തിക്കല്ല പ്രാധാന്യം, എനിക്കാണ് അവിടെ പ്രാധാന്യം. അപ്പൊ നമ്മുടെ ശ്രദ്ധ എപ്പോഴും നമ്മുടെ മുകളിലാണ്. നമ്മളുടെ ഈഗോവിന് സാറ്റിസ്ഫൈ ചെയ്യാനാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അവിടെ സ്നേഹമില്ല. മറ്റുള്ളവർ വളരട്ടെ, ഞാൻ അറിയപ്പെടേണ്ട ആവശ്യമില്ല. അതാണ് അനോണിമിറ്റി എന്ന് ദാജി പറയുന്നത്. അതത്ര എളുപ്പമല്ല. പറയാൻ എളുപ്പമാണ്, പ്രാക്ടീസ് ചെയ്യാൻ വളരെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ അറിയപ്പെടാതെ, കാർബൺ ആറ്റത്തെ കുറിച്ച് നമുക്ക് പരാമർശിച്ചില്ല ഒരിക്കലും. കാർബൺ ആറ്റത്തിന് ഈ ഒരു അനോണിമിറ്റിയുടെ സ്വഭാവമുണ്ട്. എല്ലാ കോമ്പൗണ്ട്, നമ്മൾ കോമ്പൗണ്ട്സിന്റെ ലിസ്റ്റ് നോക്കിയാൽ കാർബൺ കോമ്പൗണ്ട് മറ്റുള്ള എല്ലാ എലിമെന്റ്സിനെയും നമ്പർ കൂട്ടിക്കഴിഞ്ഞാൽ അവരുണ്ടാക്കുന്ന കോമ്പൗണ്ട്സ് നമ്പർ കൂട്ടിയ കാർബണിന്റെ കോമ്പൗണ്ട്സ് അതിനേക്കാളും എത്രയോ അധികമാണ്. അതുകൊണ്ടാണ് അതിന് ഓർഗാനിക് കെമിസ്ട്രി എന്നൊരു കെമിസ്ട്രി ഉണ്ടാക്കിയത്. പക്ഷെ ഫ്രീ കാർബൺ എവിടെയും കാണാൻ സാധിക്കില്ല. കാർബൺ എപ്പോഴും ആരുടെയും കൂടെ ഷെയർ ചെയ്തിട്ടാണ് കാണുന്നത്. എന്ത് കത്തിച്ചാലും അതിൽ കാർബൺ ഉണ്ടാവും, പക്ഷെ കാർബൺ ഫ്രീ ആയിട്ട് കിടക്കും. ഫ്രീ കാർബൺ വളരെ വളരെ കുറവാണ്. കാർബൺ പ്യൂരിഫൈ ചെയ്തു. നമ്മൾ ഫിൽറ്ററിലൊക്കെ കാർബൺ ഉപയോഗിക്കുന്നു, പല്ല് തേക്കാൻ മിമിക്കരി ഉപയോഗിക്കുന്നു, ശ്രദ്ധിക്കപ്പെടുന്നില്ല. അതുപോലെയാണ് അനോണിമിറ്റി എന്ന് പറയുന്നത്. അതുപോലെ കാർബൺ ഒരു സ്വഭാവമുണ്ട്, മറ്റേ എലിമെന്റിന്റെ സ്വഭാവം വളരെ അനുവദിക്കുന്നത്. കാർബൺ കൂടെ നിൽക്കുന്നു. കാർബൺ ഹൈഡ്രജന്റെ കൂടെ പ്രവർത്തിക്കുമ്പോൾ ഗ്യാസ് ആയിട്ടോ ലിക്വിഡ് ആയിട്ടോ എങ്ങനെ വേണമെങ്കിൽ പ്രവർത്തിക്കാം. അത് ഹൈഡ്രജന്റെ ഇഷ്ടം. അപ്പൊ ഈ ഒരു ക്വാളിറ്റി, ഈ അനോണിമിറ്റി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വരുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ അടിസ്ഥാനപരമായിട്ട് നമ്മുടെ ശ്രദ്ധ സ്നേഹമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ടാണ് സാജിമാർഗത്തിന്റെ ഗുരുനാഥൻ ദാജി പറയുന്നത് അനോണിമിറ്റി ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്. കാരണം അനോണിമിറ്റി വരുമ്പോൾ അവിടെ അടിസ്ഥാനം തന്നെ സ്നേഹമായിട്ട് മാറും, അചഞ്ചലമായിട്ടുള്ള സ്നേഹം. കാരണം വ്യക്തികൾക്കല്ല പ്രാധാന്യം, അവിടെ നടക്കുന്ന കാര്യങ്ങൾ ശരിക്കും ഹാർമണിയിൽ നടക്കുകയാണ് പ്രാധാന്യം എന്ന് മനസ്സിലാവുന്നു. ഈ ശ്രദ്ധ നമ്മുടെ ഉള്ളിൽ 100% ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ അതോടുകൂടി നമ്മുടെ യാത്ര കംപ്ലീറ്റ് ആയി എന്നാണ് മനസ്സിലായത്. സ്പിരിച്വൽ ആയിട്ട് പ്രോഗ്രസ് കംപ്ലീറ്റ് ആയി. അത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഇത്ര ചെയ്തത്. പിന്നെ അതിൽ സ്പിരിച്വൽ പ്രാക്ടീസിൽ യാത്ര എന്ന് പറയും, ചക്രങ്ങളിലൂടെ യാത്ര എന്ന് പറയും. ശ്രദ്ധ ഇത്രയും പ്യൂർ ആണെങ്കിൽ പിന്നെ യാത്രയുടെ ആവശ്യമില്ല. കാരണം നമ്മൾ അവിടെ തന്നെയാണ്, എവിടെയാണോ നിൽക്കേണ്ടത് അവിടെയാണ്. അപ്പൊ എവിടെ വേണമെങ്കിൽ നമുക്ക് നിൽക്കാം. പക്ഷെ എൻ്റെ അടിസ്ഥാനപരമായ ക്യാരക്ടർ ഡിവൈൻ ക്യാരക്ടർ, ഇതാണ് നമ്മൾ ഡിവൈൻ ക്യാരക്ടർ, ഗോഡ്ലി ക്യാരക്ടർ എന്ന് പറയുന്നത്. ഈ ഒരു തരത്തിലേക്ക് നമ്മളെ മാറാൻ ആണ് സഹജമാർ ഹാർട്ട്ഫുൾനെസ് സിസ്റ്റം നമ്മളെ സഹായിക്കുന്നത്. എല്ലാവരും വീണ്ടും ഈ സിസ്റ്റത്തിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻവൈറ്റ് ചെയ്യുന്നു. അടുത്ത സെഷൻ വരെ വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം.